ഹായ് ഓൾ. അപ്പോൾ ഞാൻ ഇന്നൊരു ചൈനീസ് റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ചില്ലി ചിക്കൻ ആണല്ലേ കൂടുതലും ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രോൺസ് ചില്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചില്ലി ചിക്കൻ്റെ പോലെ തന്നെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഞാനിവിടെ ഒരു 500 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പ്രോൺസ് തന്നെയാണ്. അതിന് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതും ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൈദ ഇടുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണ് മൈദ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കോൺഫ്ലോർ ഇടുന്നുണ്ട്. കോൺഫ്ലോർ ഒരു 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഇനി ആ ബാറ്റർ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ്. കാരണം അതൊരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. തികച്ചും ഓപ്ഷണലാണ്, നിർബന്ധമേ ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കുക. പ്രോൺസ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ പ്രോൺസ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കടായിലേക്ക് ഞാൻ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. ചൈനീസിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം പ്രോൺസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രൈ ആക്കരുത്, റബ്ബർ പോലെ ആയിപ്പോവും അത്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗമായാൽ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഹൈ ഫ്ലെയിമിലും ഇടരുത്, കാരണം പുറമത്തെ ആ കോട്ടിംഗ് ഒക്കെ നമുക്കത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം ഓയിൽ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണ് കടായിലേക്ക് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂണ് ഗാർലിക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് നടു കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത്, കുക്ക് ചെയ്യേണ്ടത്. ഫ്ലെയിം ഞാൻ കുറയ്ക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് അങ്ങ് ഇളക്കുക. അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് വിനീഗർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞതിൻ്റെ ബാക്കി ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒരു ക്യൂബ്സ് ആയി കട്ട് ചെയ്തിട്ട്, ഒരു പകുതി ഉള്ളി തന്നെ ഉണ്ട്, അതൊന്ന് ക്യൂബ്സ് ആയി കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്യാപ്സിക്കം എല്ലാ കളറിലും ജസ്റ്റ് ക്യൂബ്സ് ആയി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കം കൂടുതൽ വെന്തൊന്നും പോകരുത്, വെന്ത് പോയാൽ അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെട്ടു പോകും, അപ്പോൾ ടേസ്റ്റും പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയിലൊന്ന് സോസിലൊക്കെ ഒന്ന് നന്നായിട്ട് പ്രോൺസിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ പ്രോൺസിലേക്കും ഈ സോസ് എത്തണം. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ പ്രോൺസ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.